പിന്നെ നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ് ഇതാ ഇന്ത്യൻ ഗേറ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇന്ത്യൻ ഗേറ്റിന്റെ അടുത്തേക്കല്ല, നമുക്ക് അവിടെ റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കും ഒക്കെ പരേഡൊക്കെ നടക്കുന്ന ആ ഒരു പാത്വേ കാര്യങ്ങളൊക്കെ കാണാം. ഒരു നീണ്ടിട്ട് ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റിന് നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ഒരു സ്പേസ് ഉണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ഒത്തിരി പേരുണ്ടാവും. ഫോട്ടോ എടുത്തിട്ട് അവനെ പിന്നാലെ കൂടും. ഒരു കൗതുകത്തിന് കയറി നമ്മൾ എടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരു എമൗണ്ടും പറഞ്ഞ് പിന്നെ അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം നമ്മുടെ ഫോണിൽ തന്നെ നേരെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ട്രിപ്പിന് പോയിട്ട് ഇത് ആദ്യമായിട്ട് 2,000 ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അത് വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പ്രഹസനം. പിന്നെ ഗേറ്റിന്റെ തൊട്ടടുത്തേക്ക് പോകാൻ ഗ്രൗണ്ട് ലെവൽ കൂടെ ഒരു റോഡ് വഴിയുണ്ട്. അപ്പോൾ അത് കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 2 സൈഡിലും ഫുൾ ഹിസ്റ്ററിയാണ്. നമ്മൾ പഠിച്ചതും പഠിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ദേശീയ സ്നേഹമൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും കേട്ടോ. ഇന്ത്യൻ ഗേറ്റ് ശരിക്കും ഒരു ഡെഡിക്കേഷനാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ആർമിക്കും പിന്നെ യുദ്ധത്തിലൊക്കെ മരിച്ച ഒരുപാട് ജവാന്മാർക്കും. അവരുടെയൊക്കെ പേരുകൾ അതിൽ കൊത്തി എഴുതി വെച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നമുക്ക് അവിടെ എത്തുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ഒക്കെ ഫീൽ ചെയ്യും. ഈ നടന്നു വരുന്നത് സിൻ ചേച്ചിയാണ് കേട്ടോ. സിൻ ചേച്ചിയുടെ അൺപെയ്ഡ് ഫോട്ടോഗ്രാഫർ ത്രൂ ഔട്ട് ദ ട്രിപ്പ് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഞാൻ അങ്ങനെ ഒരു നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അവർ പറഞ്ഞ ടൈമിനുള്ളിൽ അവിടെ എത്തണം എന്നുണ്ട്. ഞങ്ങൾ തന്നെയായിരുന്നു ലേറ്റ്. ബസ് എടുക്കുമ്പോഴേക്കാണ് നമ്മൾ പോയി അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വേറെയും 2-3 സ്പോട്ടിലൊക്കെ നമ്മൾ പോയിട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും ക്ലിക്ക് എൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി പാർട്ട് 4 കേട്ടോ.